കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ UDFും BJPയും വർഗീയമായ പ്രചരണങ്ങളുടെയും കള്ളക്കഥകളുടെയും വിശ്വാസികളെ തന്നെ ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. BJP ഹിന്ദുത്വ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വ്യാപകമായ കള്ളപ്രചാര വേലകൾ അതിന് നേതൃത്വം നൽകി നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നില നല്ല കള്ള പ്രചാരവേലയിലൂടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. UDFിലെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു. എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം നിർത്തി ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടായത്. ഈ രണ്ട് വിഭാഗവും BJPയും അതുപോലെ തന്നെ UDFും ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചരണവും സമീപനവും സ്വീകരിച്ചു. പലയിടങ്ങളിലും UDFും LDFും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് BJP വോട്ടുകൾ UDFിന് അനുകൂലമായി ചെയ്യിച്ചു. LDFും BJPയും തമ്മിൽ മത്സരം നടക്കുന്ന മേഖലയിൽ UDFിൻ്റെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ചെയ്യുന്ന സമീപനവും ഉണ്ടായി. ഉദാഹരണമായി തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ BJP ജയിച്ച 41 ഡിവിഷനുകളിൽ UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിലുടനീളം ഈ സ്ഥിതിവിശേഷം കാണാൻ കഴിയും. അവർ പരസ്യമായി ഒരു മുന്നണി എന്ന രീതിയിൽ BJPയും കോൺഗ്രസും ചേർന്ന് നിന്നിട്ട് പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം തന്നെ ഓരോരോ പഞ്ചായത്തിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം വോട്ട് കൈമാറ്റം നടത്തി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.